എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം പന്തളത്ത്, അതായത് ഭഗവാൻ അയ്യപ്പൻ്റെ സ്വന്തം മണ്ണായ പന്തളത്ത് അയ്യപ്പ വിശ്വാസികളുടെ അല്ലെങ്കിൽ സനാതനധർമ്മ വിശ്വാസികളുടെ ഒരു സംഗമം നടന്നു. പന്തളത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരാണ് അവിടെ പങ്കെടുത്തത്, വിശ്വാസികളാണ് പങ്കെടുത്തത്. 10,000-കണക്കിന് ആൾക്കാർ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയല്ല, ശ്രീലങ്കയിൽ നിന്ന് തന്നെ പ്രത്യേക പ്രതിനിധി സംഘം ആ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 2 ദിവസം മുമ്പ് സർക്കാർ, അതായത് 20-ാം തീയതി സംസ്ഥാന സർക്കാർ 7 കോടി രൂപ മുടക്കി ശീതീകരിച്ച പന്തലിൽ പഴയിടം തിരുമേനിയുടെ സദ്യ ഒരുക്കി വെച്ചുകൊണ്ട് ഒരു സംഗമം നടത്തിയിരുന്നു. അയ്യപ്പൻ്റെ പേരിലാണ് സംഗമം നടത്തിയത്. അതിനകത്തിൽ ആ പന്തലിൽ ഒരു 1/4 ഭാഗത്തിൽ ഉൾക്കൊള്ളാനുള്ള ആൾക്കാർ അവിടെ ചെന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ സ്ഥാനത്താണ് ഇന്നലെ പന്തളത്ത് നടന്ന് ചുട്ടുപൊള്ളുന്ന വെയിൽ, ശീതീകരിച്ച പന്തലില്ല, മറ്റൊരു സൗകര്യങ്ങളുമില്ല, വലിയ സദ്യ ഒരുക്കിയിട്ടില്ല. അവിടെയാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ വിശ്വാസികളും സനാതനധർമ്മ വിശ്വാസികൾ, സന്യാസി ശ്രേഷ്ഠന്മാർ, മറ്റ് ഹൈന്ദവ സാംസ്കാരിക നേതാക്കളെല്ലാം ഒത്തുകൂടി എന്നുള്ളതാണ് ഏറ്റവും വളരെ സന്തോഷകരമായ സംഭവം. ഇതിൽ പങ്കെടുക്കാൻ വന്ന ഒരു മലപ്പുറത്തു നിന്ന് വന്ന ഒരു മുതിർന്ന ഒരു വിശ്വാസിയുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയായ മമ്പറം സുബ്രഹ്മണ്യൻ എന്ന ആ മുതിർന്ന വിശ്വാസിയുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. ഞാൻ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്, മമ്പറം പ്രദേശത്ത് നിന്ന്. ഞാനിവിടെ വരാനുണ്ടായ കാരണം, ഞാൻ 34 വർഷം ശബരിമലയ്ക്ക് പോയ ഒരാളാണ്. നമ്മുടെ ഭാഗത്ത് എൻ്റെ ഗുരുസ്വാമി മരണപ്പെട്ടതിന് ശേഷം ഞാൻ പലതവണ ശബരിമലയ്ക്ക് ആളുകൾ സ്വാമിമാരുമായിട്ട് ഗുരുസ്വാമി സ്ഥാനം വഹിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഇത്രയും കാലത്തിന് ശേഷം നമ്മുടെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശബരിമലയ്ക്ക് ഭക്തരെ കൊണ്ടുവരുമ്പോൾ ഒരു ഗുരുസ്വാമി എന്നുള്ള നിലയ്ക്ക് അവർക്ക് കൃത്യമായ ഒരു ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല. അതുപോലെ തന്നെ ഭക്ഷണം ശരിക്ക് കിട്ടുന്നില്ല. പോകുന്ന വഴിയിൽ ഒരു വെള്ളമില്ല. അതുപോലെ തന്നെ നമ്മളൊരു ബാത്റൂമിൽ പോകേണ്ട 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ, വയസ്സെന്ന ആളുകളൊക്കെ ശബരിമലയ്ക്ക് കൂടെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഒരു ബാത്റൂമിൽ പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വളരെ ശോചനീയാവസ്ഥയിലാണ് ഇവർ ചെയ്തത്. അതായത് ഇവർ നിരീശ്വരവാദം എന്ന് പറഞ്ഞ് ഒരു സമയത്ത് നമ്മുടെ സ്വാമിമാരെ അവിടെ വെറുതെ ഇവിടെ സമരത്തിന് വന്ന ആളാണെന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ തന്നെ 1-2 പ്രാവശ്യം കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ വന്നിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. പക്ഷേ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഒരു സന്നിധാനത്ത് ഭക്തർക്ക് വേണ്ടിയിട്ട് ഒന്നും കാശ് എന്നുള്ള ഒരു നാമം മാത്രമാണ് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ളത്. നേരെ മറിച്ച് ഇതിൻ്റെ മുൻപ് കോൺഗ്രസ് ഗവൺമെൻറ്റുള്ള സമയത്ത് ഇതിലും ഭേദമായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു ക്യൂ സംവിധാനം പുതിയതായിട്ട് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു. ഞങ്ങളൊക്കെ 2 ദിവസം ക്യൂവിൽ നിന്നതിന് ശേഷമാണ് 18-ാം പടി കയറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഒരു ഭരണം, അതിൻ്റെ പിന്നിൽ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് മാത്രമാണ്. ഒരു മുസ്ലിം പള്ളിയിൽ പോകുന്ന കാര്യത്തിലോ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ കാര്യത്തിലോ ഇവർ സംസാരിക്കില്ല. കാരണം ഹിന്ദു വോട്ടാണ്. അതെല്ലാം മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും എല്ലാം
വോട്ടാണ് അവർക്ക് ആവശ്യം. നേരെ മറിച്ച് ഹിന്ദു ആചാരത്തെ തല്ലിത്തകർക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ഈ സർക്കാർ നിലനിന്നുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ പന്തളം, നമ്മുടെ സ്വാമിയുടെ ജനനസ്ഥലമായ ഈ പന്തളത്ത്, ജനനസ്ഥലമല്ല വളർന്ന് വന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിപ്പെടാൻ വന്ന കാരണം, അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും അയ്യപ്പ ഭക്തരാണ്. ഈ നമ്മുടെ ഹിന്ദു ആചാരം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ പരിപാടി വളരെയധികം വിജയമാണ്. ഇപ്പോൾ നമ്മുടെ പമ്പയിൽ ഒരു പരിപാടി നടന്നു. അത് വെറും പൈസയ്ക്ക് വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ്. കപട ഭക്തരാണ് അതിൽ പങ്കെടുത്തത്. പറഞ്ഞതിൽ ഒരു 75% ആളുകളും വന്നിട്ടില്ല. കസാലകളൊക്കെ കാലിയായി കിടക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവർ ഒരു മറ നീക്കി കാശുണ്ടാക്കാനുള്ളൊരു മാർഗം മാത്രമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഭക്തരുടെ സംഘമാണ് ഇന്ന് പന്തളത്ത് നടക്കുന്നത്. അതിൽ ഇപ്പോൾ തന്നെ അവിടെ നടന്ന പരിപാടിയിൽ ആ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞ് ഉള്ളിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ പൊതുസമ്മേളനം നടക്കുന്ന വേദി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പന്തളത്ത് കൊള്ളാത്തൊരു ജനം ഇപ്പോൾ ഈ പന്തളത്തുണ്ട്. അതുകൊണ്ട് അയ്യപ്പൻ എല്ലാ വിധത്തിലും ഭക്തരൊപ്പം ഉണ്ടാകും. ഈ കപടഭക്തന്മാരുടെ കൂടെ ഒരിക്കലും നിൽക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ പേര് തെരുവത്ത് സുബ്രഹ്മണ്യൻ, മലപ്പുറം തിരൂരങ്ങാടി മമ്പുറം പ്രദേശത്താണ്. എൻ്റെ കൂടെ 43 ആൾ വന്നിട്ടുണ്ട് ഒരു ബസ്സിൽ. അപ്പോൾ അതുപോലെ ആ ഭാഗത്തു നിന്ന് നിറയെ ബസ്സുകൾ വന്നിട്ടുണ്ട്. എത്ര ആളാണെന്ന് അവരെ കണക്കൊക്കെ ഇനി അടുത്ത ദിവസമേ കിട്ടുള്ളൂ. ഇന്നലെ നടന്ന ആ അയ്യപ്പ വിശ്വാസികളുടെ സംഘം, അല്ലെ സനാതനധർമ്മ വിശ്വാസികളുടെ സംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കുന്ന ആ സന്ദേശം വളരെ വലുതാണ്. നിങ്ങൾ എത്രമാത്രം അഭിനയിച്ചാലും വിശ്വാസികളെ കബളിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ വീഴില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, കന്നിമാസ പൂജയ്ക്ക് ശബരിമല നട തുറന്നിരിക്കുന്ന സമയം ആയിരക്കണക്കിന് ഭക്തരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നമ്മുടെ ശബരിമല വന്നത്. നിങ്ങളുടെ ആ സംഗമം, നിങ്ങൾ നടത്തിയ വിശ്വാസ സംഗമം, അയ്യപ്പ സംഗമം എന്ന പേരിൽ ആ ശീതീകരിച്ച പന്തലിൽ വലിയ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ സംഗമം, അതിൻ്റെ മുന്നിൽ കൂടാണ് ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ശബരിമല പോവുകയും വരികയും ചെയ്തത്. സത്യമല്ലേ? അതെ. എന്നിട്ടു കൂടി ഒരു വിശ്വാസി പോലും ആ പന്തലിൽ ഞാൻ എന്തായാലും ഭഗവാനെ കാണാൻ നടന്നു പോയി, അല്ലെ അങ്ങോട്ട് പോകാൻ നടന്ന് ക്ഷീണിച്ച് വരുന്നതല്ലേ, ശീതീകരിച്ച പന്തലിൽ കുറച്ച് നേരം ഇരുന്ന് ആ ക്ഷീണമൊക്കെ തീർത്ത് പോകാം എന്ന് കരുതി ഒരൊറ്റ വിശ്വാസി അതിനകത്തിൽ ഇരുന്നില്ല. തന്നെയുമല്ല, മലയിറങ്ങി വന്നു, നല്ല സദ്യ ഇവിടെ ഉണ്ട്. ആ സദ്യ കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് അല്ലെ കണ്ടിട്ട് പോകാം എന്ന് കരുതി ആരും ആ സദ്യാലയത്തിൽ പോയി ഭക്ഷണം കഴിച്ചില്ല. സത്യമല്ലേ? എന്തുകൊണ്ട്? നിങ്ങളുടെ ഈ ഇരട്ട മുഖം, കമ്മ്യൂണിസ്റ്റുകളുടെ ഇരട്ട മുഖം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ അയ്യപ്പ വിശ്വാസികൾ. നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകൾ വരുന്നു. ഈ ഭരണം പിടിക്കണം എന്നുണ്ടെങ്കിൽ വിശ്വാസികളെ പറ്റിച്ച് അവരുടെ വോട്ട് മേടിക്കണം എന്നുള്ള ചിന്തയിലാണ് ഇത് നടത്തിയതെന്നുള്ള അവർക്കും മനസ്സിലായി. വിശ്വാസികൾ മനസ്സിലാക്കി. പാലം കടക്കുവോളം നാരായണ 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 ജപിച്ചിട്ട് പാലം കടന്നു കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്ന് ആ ഭഗവാനെ നോക്കി കൂരായണ എന്ന് പറയുന്ന അധിക്ഷേപിക്കുന്ന സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി, വിശ്വാസികൾ മനസ്സിലാക്കി. അതുകൊണ്ട് മാത്രമാണ് ആരും അതിനകത്തിൽ പങ്കെടുക്കാതിരുന്നത്. അല്ലാതെ ഇതൊന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഈ അയ്യപ്പ വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ട്. ഇത്തരം നടന്ന് ക്ഷീണിച്ചു വന്ന അല്പനേരം ഒന്ന് വിശ്രമിച്ച് ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരത് ചെയ്യാതിരുന്നത് നിങ്ങളെ
ഒട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കക്ഷികൾ ഈ NSSൻ്റെ ആകട്ടെ SNDPയുടെ ആകട്ടെ ഈ നേതാക്കളുടെ പൂർണ്ണമായിട്ട് ഇതിനകത്തിൽ സഹകരിച്ചിട്ട് എത്ര അണികൾ അതിനകത്തിൽ പങ്കെടുത്തു? അതിനകത്തിൽ ആരെങ്കിലും പങ്കെടുത്തോ? ഈ നേതാക്കന്മാരുടെ മാനം കാക്കാനെങ്കിലും ആരെങ്കിലും പങ്കെടുത്തു? ഇല്ല. അതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, സാഹചര്യം അനുകൂലമായി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഈ കേരളത്തിൻ്റെ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് തന്നെ തൂത്തെറിയുന്ന കാലം വിദൂരമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ബംഗാളും ത്രിപുരയും ഇവിടെയും ആവർത്തിക്കും. നിങ്ങൾ ഈ വിശ്വാസികളെ എത്രമാത്രം പറ്റിക്കാൻ ശ്രമിച്ചാലും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഇവരുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അവർ പ്രകടിപ്പിക്കുന്നില്ല, നിങ്ങളുടെ പാർട്ടിയോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. സാഹചര്യം ഒത്തുവരുമ്പോൾ പിന്നെ ഭയം കൊണ്ടും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് വളരെയേറെ ആൾക്കാർ. ഈ സാമ്പത്തിക ലാഭം ഓർത്ത്, സ്ഥാനമാനങ്ങളെ ഓർത്ത് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന വിശ്വാസികളുമുണ്ട്. അവരൊക്കെ അധിക കാലം ആകുന്നതിന് മുമ്പ് പുനർവിചിന്തനം നടത്തി അവരുടെ നിലപാട് മാറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് പമ്പയിൽ നിങ്ങൾ നടത്തിയ അയ്യപ്പ സംഗമവും പന്തളത്ത് ഭഗവാന്റെ മണ്ണിൽ വിശ്വാസികൾ നടത്തിയ വിശ്വാസി സംഗമവും നമ്മളുടെ മുന്നിൽ കാണിച്ചു തരുന്ന സൂചന എന്നുള്ള കാര്യം മനസ്സിലാക്കി നിങ്ങൾ ഈ രാജ്യത്തു നിന്നും ഹിന്ദു വിശ്വാസം അല്ലെ സനാതന വിശ്വാസം, ഹൈന്ദവമായിട്ടുള്ള ആചാരങ്ങളെ നശിപ്പിക്കുന്ന പ്രവർത്തനം ഇതെല്ലാം മാറ്റിവെച്ച് ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയ്ക്കൊപ്പം, നിങ്ങളിപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലപാടെടുക്കുന്നുണ്ട്, അവരുടെ സംരക്ഷണാർത്ഥം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്ര സ്വത്തുക്കൾ പോലും നിങ്ങൾ കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്ന സമയത്ത് പോലും മറ്റുള്ളവരെ നിങ്ങൾ ഒരു രീതിയിലും വിഷമിപ്പിക്കാതെ ദ്രോഹിക്കാതെ അവർക്കെല്ലാം കൊടുത്തു ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറന്നുകൊണ്ടല്ല പറയുന്നത്. നിങ്ങൾ ഇവിടുത്തെ ജനതയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ നിങ്ങളോടൊപ്പം ആൾക്കാർ കാണും. അതിന് നല്ല ഉദാഹരണമാണ് റഷ്യ. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ജനങ്ങളെ അവിടുത്തെ സംസ്കാരത്തിനെ തച്ച് തകർത്തപ്പോൾ ആ ജനത ഉള്ളിൽ അടക്കി വെച്ചിരുന്ന അവരുടെ ആ സങ്കടമാണ് ഗോർബച്ചേവിൻ്റെ സമയത്ത് ഇത് പൊട്ടി പുറത്തേക്ക് ഒഴുകിയതും കമ്മ്യൂണിസത്തിൻ്റെ അതിൻ്റെ ഈറ്റില്ലത്തിൽ നിന്ന് തന്നെ അതില്ലാതാകാൻ കാരണമായത്. അതുതന്നെയായിരിക്കും കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഓർത്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ പാർട്ടിക്ക് തന്നെ നല്ലത് എന്ന് മാത്രം ആണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ ഇങ്ങനെ പറ്റിച്ച് നിങ്ങളുടെ ഇരട്ട മുഖം മറച്ചു വച്ചിരിക്കുന്ന മുഖം പുറത്ത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള വിചാരം എപ്പോഴും ഉണ്ടായിരിക്കണം. ആ മുഖംമൂടി അഴിച്ചു മാറ്റി വെച്ച് അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ നന്മയുടെ ഭാഗത്ത് നിന്ന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇത്തരം നാടകങ്ങൾ കൊണ്ട് ഒരു അർത്ഥവും ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങൾ നിങ്ങളെ അല്പം പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യവും നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.